ഹലോ ഗൈസ്, അപ്പോൾ എന്താ വെച്ചെങ്കില നമ്മളെ ഒരു ചങ്ങായിട്ട് മനീഷ് വിദ്യാഗിരി വെച്ചെങ്കിൽ സിംഗർ, അതുപോലെ റാപ്പർ, പിന്നെന്താ പറയുന്നത് സൗണ്ട് മിക്സിങ്. സൗണ്ട് മിക്സിങ്, മെയിൻ ഓൺ സൗണ്ട് മിക്സിങ്, പാട്ടിൻ്റെ സൗണ്ട് ഫുൾ മിക്സിങ് ആക്കി തരുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസിലേക്കാണ് ഞങ്ങൾ പോകുന്നുള്ളത്. സ്റ്റുഡിയോ അതന്നെ സ്റ്റുഡിയോ. അടുത്ത് പോകാൻ ഞങ്ങൾ ജസ്റ്റ് ഹലോ മനീഷ്. അപ്പോൾ നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് മനീഷ് വിദ്യാഗിരി എന്ന നമ്മളെ ഒരു ഫ്രണ്ടാണ്. അവൻ്റെ സ്റ്റുഡിയോ വരുന്നത് താലങ്ങടയാണ്. അവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ ഞങ്ങൾ മനീഷ് വിദ്യാഗിരിൻ്റെ അടുത്ത് പോകാം. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് വെച്ചെങ്കിൽ താലങ്ങാടിയുള്ള നാടൻ പാട്ടുകാരനായ മനീഷ് വിദ്യാഗിരിൻ്റെ സ്റ്റുഡിയോയിലാണ്. സ്റ്റുഡിയോ എല്ലാവർക്കും ഞാൻ മുൻ വരുമ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടാവും. അവർ ജസ്റ്റ് ഇൻ്റർവ്യൂ ആക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അവരെ സ്റ്റുഡിയോ വരുന്നത് താലങ്ങാടി, മുമ്പേ പറഞ്ഞല്ലേ. അപ്പോൾ അവരെ ഞങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ആക്കാം. അപ്പോൾ ഞാൻ ചോദിക്കാമെന്ന് വെച്ചെങ്കിലേ, പണ്ട് നിങ്ങൾ ക്ലേന്റെ ഒരു മോഡലിങ്ങിന്റെ ഒരു ആളായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടായി. ശരിയല്ലേ? ക്ലേ മോഡൽ മണ്ണില് കുറെ പ്രതിമകളെല്ലാം ചെയ്തോണ്ട് ഞാൻ സ്റ്റേറ്റ് വരെ പോയിന്. സ്റ്റേറ്റ് 3rd A ഗ്രേഡ് വരെ കിട്ടി. ഇതിപ്പോ തുടങ്ങിയിട്ട് ഇത് 6 മാസമായതില്ലു. ബദിയെടുക്കത്ത് എന്റെ 2 വർഷമായി. ബദിയെടുക്കത്തും ഇവർക്കൊരു സ്റ്റുഡിയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അടുത്തൊക്കെ ഞങ്ങൾ ഒരിക്കൽ പോകാനുണ്ട്, ആ വീഡിയോയും വരാനുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഏജ് എത്രയായി? എനിക്ക് 20-21 വയസ്സ്. ഞാൻ മെയ് 15 തികഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മ്യൂസിക് എഞ്ചിനീയറാണ് ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ അറിഞ്ഞെടുത്ത് കുറേ പ്രശസ്തമായ സിംഗേഴ്സ് എല്ലാം വന്നിട്ട് പാടി എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും കുറെ സിംഗേഴ്സ്, അതേപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ് എല്ലാവർക്കും കോമ്പോസിങ് കൊടുത്തു. എല്ലാവരും വന്നിട്ട്. അതുപോലെ റാപ്പേഴ്സും വരുന്നുണ്ട്. റാപ്പേഴ്സും ഉണ്ട്. ഇപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ചെയ്തോണ്ട് പൃഥ്വി എന്ന് പറയുന്ന നമ്മ ഒരു 8-9 റാപ്പ് ആയി ചെയ്യുന്നത്. ഇപ്പൊ ഇറങ്ങാൻ സാധ്യത, ഇറങ്ങാൻ പെട്ടെന്ന് ഇറക്കും. അതിന്റെ ഇപ്പോ ഇൻട്രൊഡ്യൂസ് ആക്കാനൊന്നുമില്ല. സസ്പെൻസ്. ഓക്കെ. അപ്പോൾ നിങ്ങളെ ശരിക്കും ഒറിജിനാലിറ്റി പ്ലേസ്? എന്റെ പ്ലേസ് പറഞ്ഞാൽ ബദിയെടുക്കന്ന് ഒരു 3-4 കിലോമീറ്റർ വിദ്യാഗിരി. അതാണ് മനീഷ് വിദ്യാഗിരി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു സിംഗ് പാടാൻ പറ്റും? ഓക്കെ. നിങ്ങളെ മനസ്സിൽ വരുന്ന സിംഗ് മെലോഡി. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് മനീഷ് വിദ്യാഗിരിന്റെ ഒരു ചെറിയൊരു സോങ് കേൾക്കാം. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. തേനിൽ കുളിച്ചാലും പാലിൽ കുളിച്ചാലും കാക്ക വെളുക്കില്ലടി എന്റെ പുന്നാരെ, കാക്ക വെളുക്കില്ലടി. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. നിങ്ങളെ ഇവിടെ ആടെ ബദിയെടുക്കാൻ കുറച്ച് ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് രണ്ടും ഇങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്? മാനേജ് എന്ന് പറയുമ്പോ ഞാന് കാസർഗോഡ് ഇവിടെ വർക്ക് ഉണ്ടെങ്കിൽ, ഒരേ ദിവസം വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാരും ഇങ്ങോട്ട് വിളിക്കും. ഒരു ടൈം വെച്ചിട്ട് ടൈമിങ് അങ്ങനെ വെക്കും. ഇവിടെ കുറെ ലേറ്റ് ആവുന്ന സന്ദർഭം ഉണ്ടെങ്കിൽ ബദിയെടുക്കാൻ പോയി സ്റ്റുഡിയോയിൽ ആടെ ഈ ഫയൽ കൊണ്ടിട്ട് അവിടെ മിക്സ് ചെയ്യും. വീട്ടിലെ അടുത്ത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവരൊക്കെ പാടാനും ജസ്റ്റ് കോമ്പോസിങ് ആക്കാനും വരും. അപ്പൊ അവർക്ക് ഉള്ള റേറ്റ് എങ്ങനെയാ? റേറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയതായിട്ട് കമ്പോസ് ചെയ്യുന്നെങ്കിൽ കുറച്ച് വില വരും. പിന്നെ ഇണ്ട പാട്ട് ഇപ്പൊ നമുക്ക് റെക്കോർഡിങ് ഇപ്പൊ കവർ സോങ് എല്ലാം ആയിട്ട് പാടുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ റേറ്റിന് ചെയ്തു കൊടുക്കും. അതിപ്പോ എന്നെ നേരിട്ട് ബന്ധപ്പെട്ടാല് അതന്നെ. അപ്പൊ മനീഷ് വിദ്യാഗിരിനെ നേരിട്ട് കോണ്ടാക്ട് ആക്കിയാല് നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അറിയും. അപ്പോൾ ഞാൻ നിങ്ങളെ കുറെ ഗാനമേളയിലെല്ലാം ഇൻട്രൊഡ്യൂസ് ആക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായി. അപ്പൊ ഗാനമേളയിലെല്ലാം പാടാൻ പോകുന്നുണ്ട്. നൈറ്റ് അല്ലേ? നൈറ്റ് ഡേ പോവും. ഗാനമേളയൊക്കെ പോവും. കാര്യമായ പാട്ടൊക്കെ പാടി ആൾക്കാരെ കുളിർമയിൽ. നാടൻ പാട്ട് തന്നെ പാടുന്നത്. മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകൾ. മണിച്ചേട്ടൻ നേരത്തെ പാടിയിട്ടില്ലേ, അതേപോലെയുള്ള കാര്യമായ പാട്ടൊക്കെ പാടി. അപ്പോൾ മനീഷ് വിദ്യാഗിരിനെ കുറിച്ചാണ് ഞങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളെ മനീഷ് വിദ്യാഗിരിയുടെ ആശംസ ചെയ്യുന്നുണ്ട്. കാരണം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങളും ഞങ്ങളുടെ ചാനലും അതുപോലെ ഞങ്ങളുടെ ഫോളോവേഴ്സും ആശംസകൾ എഴുതുന്നു. താങ്ക് യു. ശരി.